കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവവചന ചിന്തയ്ക്കായി ദൈവം നൽകിയ ഈ ദിവസത്തിനായി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തീയ ജീവിതം യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് വിശ്വാസികളുടെ ഇടയിൽ പോലും വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടില്ലാത്ത അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. എന്താണ് ക്രിസ്തീയ ജീവിതം? പൊതുവിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത് യേശുവിനെ കർത്താവും രക്ഷിതാവുമായി ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ട് പിന്നെ സ്നാനപ്പെട്ട് പിന്നെ സഭായോഗത്തിനൊക്കെ പോവുകയും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങ് പോകുന്ന ഒരു ജീവിതം. ഇതല്ലേ നമ്മൾ ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്? ശരിയാണോ? ആണോ? ആണ് അല്ലേ? ഇതാണ് ക്രിസ്തീയ ജീവിതം. ഒരാൾ രക്ഷിക്കപ്പെടുന്നു, സ്നാനപ്പെടുന്നു, പിന്നെ സഭായോഗങ്ങൾക്കൊക്കെ ക്രമമായിട്ട് പോകുന്നു, പ്രാർത്ഥിക്കുന്നു, വചനം പഠിക്കുന്നു, ക്യാമ്പുകൾക്കൊക്കെ ഉണ്ടെങ്കിൽ ക്യാമ്പുകൾക്കൊക്കെ പോകുന്നു. അങ്ങനെയാണ് ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് ആളുകൾ ചിന്തിക്കാറുള്ളത്. എന്നാൽ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അതല്ല. ഈ പറഞ്ഞതൊക്കെ ക്രിസ്തീയ ജീവിതത്തിലുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിനെ സ്വീകരിക്കുന്ന ഒരു കാര്യമുണ്ട്, സ്നാനമുണ്ട്, സഭായോഗമുണ്ട്, പ്രാർത്ഥനയുണ്ട്, വചനപഠനമുണ്ട്. ഇതെല്ലാം ക്രിസ്തീയ ജീവിതത്തിലുണ്ട്. എന്നാൽ ഇതെല്ലാം കൂടെ കൂടിയാൽ ക്രിസ്തീയ ജീവിതം ആകുകയുമില്ല. അപ്പോൾ പിന്നെ എന്താണ് ക്രിസ്തീയ ജീവിതം? നമുക്ക് അപ്പസ്തോലനായ യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ നിന്നും ചില കാര്യങ്ങൾ നമുക്ക് ഇതിനോടനുബന്ധിച്ച് ചിന്തിക്കാം. 1-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത്: ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോടും അറിയിക്കുന്നു. ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടും ആകുന്നു. അപ്പം ഇവിടെ 2 കൂട്ടായ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, മനുഷ്യർ തമ്മിലുള്ളതായ ഒരു കൂട്ടായ്മ. 2, ദൈവവും മനുഷ്യനുമായിട്ടുള്ള കൂട്ടായ്മ. അതാണ് ക്രിസ്തീയ ജീവിതം. മനുഷ്യർ തമ്മിൽ, ദൈവമക്കൾ തമ്മിലുള്ളതായിട്ടുള്ള കൂട്ടായ്മയും ഈ ദൈവമക്കൾക്ക് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയും, അതാണ് ക്രിസ്തീയ ജീവിതം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതായിട്ടുള്ള സഭായോഗത്തിന് പോകുന്നതോ പ്രാർത്ഥിക്കുന്നതോ ദൈവവചനം വായിക്കുന്നതോ ഒക്കെ ഈ കൂട്ടായ്മയില്ലാതെ തന്നെ നമുക്ക് ജീവിതത്തിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഈ ദൈവവും ദൈവമക്കളും തമ്മിലുള്ള കൂട്ടായ്മയില്ലാതെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു പോകുമ്പോൾ ആ ജീവിതത്തെ എന്തെന്നാ പറയുന്നതെന്നറിയാമോ? ക്രിസ്തീയ ജീവിതം എന്നല്ല, അതൊരു മതത്തിൻ്റെ ഭാഗമായി. ക്രിസ്തീയ ജീവിതം, ക്രിസ്തു വിശ്വാസം എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ മതമായിട്ട് രൂപപ്പെടുകയാണ്, അല്ലെങ്കിൽ രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത്. മതത്തിന് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായിട്ടുള്ള ചട്ടവട്ടങ്ങളുണ്ട്. അവർ പറയുന്നതായിട്ടുള്ള ചില വിശ്വാസങ്ങൾ അത് സ്വീകരിക്കണം, അംഗീകരിക്കണം. അവർ പറയുന്നതായിട്ടുള്ള ചില ചടങ്ങുകളുണ്ട്. ആ ചടങ്ങുകളിലൊക്കെ ഒരുവിധം ക്രമമായി പങ്കെടുക്കണം. അപ്പോൾ അത് ആ സഭയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു മതത്തിന് തൃപ്തിയായി
യാതൊരു വക പ്രശ്നങ്ങളുമില്ല. അപ്പോൾ വിശ്വാസ ജീവിതം എന്ന് പറയുന്നതും മതജീവിതം എന്ന് പറയുന്നതും രണ്ടും വളരെ വ്യത്യാസമുള്ളതായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല. നമുക്ക് ഒരുപക്ഷെ ചിലപ്പം രാവിലെ എഴുന്നേറ്റ് ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കാൻ ഒത്തില്ലെങ്കിൽ നമുക്ക് ഭയങ്കര മനസാക്ഷി കുത്ത, ഇന്ന് ഞാൻ ബൈബിൾ വായിച്ചില്ല, പ്രാർത്ഥിച്ചില്ല, അല്ലേ? രാവിലെ എഴുന്നേറ്റ് ഒരു അധ്യായം വായിച്ച് കുറച്ച് വാക്ക് പ്രാർത്ഥിച്ച് അതൊക്കെ മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ തൃപ്തിയാണ്. സഭായോഗത്തിന് പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ അയ്യോ ഇന്ന് സഭായോഗത്തിന് പോകാൻ കഴിഞ്ഞില്ല, നമുക്കൊരു അതൃപ്തിയുണ്ട്. സഭായോഗത്തിന് പോയി ഇവിടെ വന്നിരുന്ന അത്യാവശ്യമൊക്കെ കേട്ടിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് സഭായോഗത്തിന് പോയി എന്നുള്ള ഒരു തൃപ്തിയുണ്ട്. അപ്പോൾ നമ്മുടെ സംതൃപ്തിയും നമ്മുടെ നിരാശയും ഒക്കെ ഈ മതപരമായിട്ടുള്ള ചടങ്ങുകൾ അനുവർത്തിക്കുന്നതിൽ അധിഷ്ഠിതമായിട്ടാണ് പോകുന്നത്. അതല്ലാതെ ദൈവവുമായിട്ടുള്ള ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ സഹോദരങ്ങൾ തമ്മിലുള്ളതായിട്ടുള്ള കൂട്ടായ്മ എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും, നമുക്കല്ല, പൊതുവിൽ ക്രിസ്തീയ ലോകത്തിൽ അതൊരു വിഷയമല്ല. നമുക്കറിയാം, നമുക്ക് പരിചയമുള്ളതായിട്ടുള്ള പല സഭകളിലും അവിടെ ഇനി ഒരു 50 or 100 പേരുണ്ടെങ്കിൽ അവർ തമ്മിൽ എപ്പോഴും കലഹവും ഇഷ്ടക്കേടുകളും വിരോധങ്ങളും അങ്ങനെയൊക്കെ വെച്ചുകൊണ്ടാണ് ഇവരെല്ലാവരും വന്ന് ഈ പരിപാടിയൊക്കെ ചെയ്തിട്ട് പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം. അവിടെ മനുഷ്യനുമായിട്ടുള്ളൊരു കൂട്ടായ്മ അവിടെ ഇല്ല എന്ന് നമുക്കറിയാം. മനുഷ്യനുമായിട്ടുള്ള കൂട്ടായ്മ ഇല്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയും ഇല്ല എന്നുള്ളതാണ്. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ ഉണ്ടോ എന്നത് വെളിപ്പെടുന്നത് മനുഷ്യനുമായിട്ടുള്ള കൂട്ടായ്മ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലേ? എനിക്ക് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയുണ്ടോ എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ടെസ്റ്റ് നടത്തി, മറ്റേതെങ്കിലും ടെസ്റ്റ് നടത്തി അത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുമോ? ചില ചോദ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമോ? ഇല്ല. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു, ദൈവത്തോടു കൂടെ നടക്കുന്നു എന്നൊക്കെ പറയുന്നതിനെ നമുക്ക് ഈ ലോകത്തിൽ വെളിപ്പെടുത്താൻ കഴിയുന്ന വഴി എന്ന് പറയുന്നത് ആ ദൈവം സ്നേഹിച്ചവരെ സ്നേഹിക്കുന്നതും അവരോടുള്ള കൂട്ടായ്മയിൽ ജീവിക്കുന്നതുമാണ്. അപ്പോൾ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതോ കാണുന്നതോ ആളുകൾ പഠിപ്പിക്കുന്നതോ പ്രചരിപ്പിക്കുന്നതോ ആയിട്ടുള്ള ആ ജീവിതത്തിൽ നിന്നും വളരെ വ്യത്യാസമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോൾ അവനോടുള്ള കൂട്ടായ്മ, ദൈവത്തോടുള്ള കൂട്ടായ്മ, അതുപോലെ തന്നെ മനുഷ്യരോടുള്ള കൂട്ടായ്മ എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതം. 6ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അവനോട് കൂട്ടായ്മ ഉണ്ട് എന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അപ്പോൾ ദൈവത്തോട് എനിക്ക് നല്ല ബന്ധമാണ് എന്നൊരാൾ പറയുകയാണ്, ദൈവത്തോട് എനിക്ക് നല്ല കൂട്ടായ്മയുണ്ട്. കാരണം മറ്റാർക്കും കണ്ടുപിടിക്കാനായിട്ട്, പ്രഥമ ദൃഷ്ടിയെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കാത്തൊരു കാര്യമാണ് ഒരു മനുഷ്യൻ്റെ ദൈവവുമായിട്ടുള്ള ബന്ധം. അത് ഒരുപക്ഷെ ഒരു വ്യക്തിക്ക് പോലും താൻ ദൈവവുമായിട്ടുള്ള നല്ല ബന്ധത്തിലാണ് എന്ന് ചിന്തിക്കുകയും എന്നാൽ അങ്ങനെ അല്ലാതിരിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള സാഹചര്യവുമുണ്ട്. കാരണം നമ്മൾ പലപ്പോഴും എടുത്തു പറയാറുള്ളതായിട്ടുള്ള മത്തായി എഴുതിയ സുവിശേഷം 7ാം അധ്യായത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ വളരെയേറെ വീര്യപ്രവൃത്തികൾ ചെയ്യുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും പ്രവചിക്കുകയും ഒക്കെ ചെയ്തതായിട്ടുള്ള ആളുകൾ അവർ ദൈവവുമായിട്ടുള്ള നല്ല ബന്ധത്തിലും കൂട്ടായ്മയിലുമാണ് എന്നുള്ള നല്ല ബോധ്യത്തിലും ഉറപ്പിലുമാണ് ന്യായവിധി ദിവസത്തിൽ അവർ എഴുന്നേറ്റ് നിൽക്കുന്നത്. എന്നാൽ കർത്താവ് അവരോട് പറയുന്നത്, ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അവർ ചെയ്തതായിട്ടുള്ള ശുശ്രൂഷയുടെ ആധിക്യം പോലും ഒരുവന്റെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിന് അടിസ്ഥാനമല്ല എന്നുള്ളതാണ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. 7ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അപ്പോൾ എങ്ങനെയുള്ള ആളുകൾക്കാണ് തമ്മിൽ കൂട്ടായ്മ ഉണ്ടാകുവാനായിട്ട് സാധിക്കുന്നത്? അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ കൂട്ടായ്മയുണ്ട്. അപ്പോ നമുക്ക് തമ്മിലും ദൈവവുമായിട്ടും കൂട്ടായ്മയ്ക്ക് വേണ്ടുന്നതായിട്ടുള്ള അടിസ്ഥാന കാര്യം എന്ന് പറയുന്നത് നാം വെളിച്ചത്തിൽ നടക്കുക എന്നുള്ളതാണ്. ഈ വെളിച്ചത്തിൽ നടക്കുന്നതിന് പകരമായിട്ട് സഭായോഗമോ പ്രാർത്ഥനയോ വചനപഠനമോ ധ്യാനമോ ഒന്നും അതിന് പകരമാവുകയില്ല. നമുക്കറിയാം,
വളരെയേറെ ദൈവവചനം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള പല പ്രമുഖരായിട്ടുള്ള വ്യക്തികളെക്കുറിച്ച് ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ അവരുടെ ജീവിതങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കേട്ടിട്ടുള്ളതായിട്ടുള്ള ചീത്തപ്പേരുകൾ, ഇരുട്ടിൻ്റെ വക്താക്കളും ഇരുട്ടിലും ജീവിക്കുന്നതായിട്ടുള്ള ആളുകളാണ് ഈ വചനം പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും സഭകളെ നടത്തുകയും ചെയ്യുന്നത്. പണ്ടൊക്കെ ഒത്തിരി ഒളിച്ചു വയ്ക്കുവാനായിട്ട് കഴിയുമായിരുന്നു. എന്നാൽ ഈ 21-ാം നൂറ്റാണ്ടിൽ മനുഷ്യന്റെ അതിക്രമങ്ങൾ വർദ്ധിച്ചുമ്പോൾ ഈ അതിക്രമങ്ങളൊക്കെയും പുറത്തു കൊണ്ടുവന്ന് വെളിച്ചത്താക്കുവാനായിട്ടുള്ള ക്രമീകരണങ്ങളും ദൈവം മനുഷ്യനിലൂടെ തന്നെ ചെയ്ത് ഇതെല്ലാം പരസ്യമായി. അങ്ങനെ പലതും നിർത്തേണ്ടതായിട്ട് വന്നു, പലരും പിൻവാങ്ങേണ്ടതായിട്ട് വന്നു. അപ്പോൾ വെളിച്ചത്തിൽ വസിക്കുന്നുവെങ്കിൽ മാത്രമേ കൂട്ടായ്മ സാധ്യമാവുകയുള്ളൂ. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം, നമ്മൾ തിമോത്തിയോസിന് എഴുതിയ ലേഖനം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ പഠിച്ച് നിർത്തിയെടുത്തുനിന്ന് അടുത്ത ദിവസം നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത് 2-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യമാണ്. അവിടെ യൗവന മോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആചരിക്കുക. ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആചരിക്കുക. അപ്പോൾ ശുദ്ധഹൃദയമില്ലാതെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ആളുകളുമായിട്ടുള്ള സമാധാന ജീവിതം സാധ്യമല്ല. അതുതന്നെയാണ് വെളിച്ചത്തിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രമേ ഒരു കൂട്ടായ്മ, ഒരു സമാധാന ബന്ധം, ഒരു സ്നേഹബന്ധം അവിടെ സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണ് കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ വസിക്കുക എന്ന് പറയുന്നത്? എന്താണ്? കർത്താവ് ശിഷ്യന്മാരെ അയച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട്. ഒരുവൻ വീണ്ടും ജനനം പ്രാപിക്കുമ്പോൾ അവനിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് അവനെ നടത്തുവാൻ, പ്രായോഗിക ജീവിതത്തിൽ അവനെ നടത്തുവാനായിട്ട് പരിശുദ്ധാത്മാവ് അധിവസിക്കുന്നുണ്ട്. നമ്മളോടുകൂടെ എപ്പോഴും ഇരിക്കുന്ന ഒരാളും നമ്മളുമായിട്ടൊരു ബന്ധമുണ്ട്, അല്ലേ? ഞാനും ശരത്തും കൂടെ എപ്പോഴും ഒരുമിച്ചുണ്ടെങ്കിൽ ഞങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ കാണും, ഒരു ബന്ധം കാണും, ഒരു സംസാരം കാണും. ഞങ്ങളങ്ങനെ ഒരുമിച്ചൊരു ദിവസം മുഴുവൻ ഇരിക്കുന്നു. രാവിലെ 2 വാക്ക് ശരത്തിനോട് വർത്തമാനം പറഞ്ഞു, പിന്നെ നിർത്തി. രാത്രി കിടക്കാൻ നേരത്ത് 2 വാക്ക് പറഞ്ഞു. അവിടെ കൂട്ടായ്മയുണ്ടോ? അപ്പൊ കൂട്ടായ്മയുണ്ട് എന്ന് പറഞ്ഞാൽ അതിന് ഒരു പരസ്പര ആശയവിനിമയം സാധ്യമാകണം. അപ്പോൾ രാവിലെയും വൈകുന്നേരവും മാത്രം ഒരു ദിവസം 24 മണിക്കൂർ ഒരുമിച്ചുണ്ടായിരുന്നിട്ട് രാവിലെയും വൈകുന്നേരവും മാത്രം ഞാനും ശരത്തും തമ്മിൽ 2 മിനിറ്റ് സംസാരിച്ച് പിന്നെ ഒന്നും മിണ്ടുന്നില്ല എങ്കിൽ എവിടെയോ ഒരു പന്തികേടുണ്ട് എന്ന് നമുക്കറിയാം, അല്ലേ? ശരിയല്ലേ? എവിടെയോ ഒരു പന്തികേടുണ്ട്, കൂട്ടായ്മയില്ല. അതെന്തുകൊണ്ടായിരിക്കാം? എന്നെക്കുറിച്ച് ശരത്തിനും ശരത്തിനെ കുറിച്ച് എനിക്കും ഒരു വിശ്വാസമില്ലായ്മ അല്ലെങ്കിൽ ഒരു അവിശ്വാസം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ ആശയവിനിമയത്തിന് തടസ്സമുണ്ടാകുന്നത്. അതാണ് ദൈവവും നാമുമായിട്ടുള്ള കൂട്ടായ്മയ്ക്ക് തടസ്സവും. അതാണ് നമ്മളുടെ ദൈവത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള അവിശ്വാസം. അല്ല എങ്കിൽ നാം വെളിച്ചത്തിൽ നടക്കുന്നില്ല, പാപത്തിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്കും അതുപോലെ തന്നെ മനുഷ്യരുമായിട്ടുള്ള കൂട്ടായ്മയ്ക്കും തടസ്സമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നത്. ശരി, ഈ കൂട്ടായ്മയെക്കുറിച്ച് പറയുമ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ തന്നെ തുടർന്ന് പറയുന്നതായിട്ടുള്ള ചില വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. 2-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യത്തിൽ, അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാവുന്നു. അപ്പോൾ ഈ അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ ആരാണ് അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ? അവനിൽ വിശ്വാസം അർപ്പിച്ച അവൻ്റെ മകനാണ് എന്ന് പറഞ്ഞ് ഈ ദൈവവചനം വായിക്കുകയും പഠിക്കുകയും സഭായോഗങ്ങൾക്ക് പോവുകയും ഒക്കെ ചെയ്യുന്നതായിട്ടുള്ള ആളുകളെ കുറിച്ചാണ് ഇവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അപ്പോൾ അവനിൽ വസിക്കുക എന്ന് പറഞ്ഞതായിട്ടുള്ള ഒരു കാര്യമുണ്ട്.
അവനിൽ വസിക്കണമെങ്കിൽ എങ്ങനെയാണ് ഒരാൾക്ക് മറ്റൊരാളിൽ വസിക്കുവാനായിട്ട് കഴിയുക? എപ്പോഴാണ് ആ വാസം തുടങ്ങുന്നത്? എപ്പോഴാണ് കർത്താവിനോടുള്ള വാസം തുടങ്ങുന്നത്? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവരായിട്ടുള്ള നിങ്ങൾ, അല്ലേ? റോമാലേഖനം 6-ാം അധ്യായത്തിലും ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിലും അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവരായിട്ടുള്ള നിങ്ങൾ. അപ്പോൾ സ്നാനമേറ്റ് നാം കർത്താവിനോട് ചേരുകയാണ് ചെയ്യുന്നത്. അവിടുന്നാണ് കർത്താവിലുള്ള നമ്മുടെ വാസം ആരംഭിക്കുന്നത്. ശരിയല്ലേ? അപ്പോൾ കർത്താവിൽ വസിക്കുന്നു. അപ്പൊ സ്നാനമേറ്റിരിക്കുന്നതായിട്ടുള്ള, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിച്ച് സ്നാനമേറ്റിരിക്കുന്നവരായിട്ടുള്ള എല്ലാവരും കർത്താവിനോട് ചേർന്നവരാണ്. ആ ചേർന്നവരോട് പറയുകയാണ്, നിങ്ങൾ ഒരിക്കൽ കർത്താവിനോട് ചേർന്നു, ഇനി അവനിൽ വസിക്കണം. അതായത് അവനിൽ നിന്ന് വേർപെട്ടു പോകാനായിട്ട് പാടില്ല. അവനിൽ വസിക്കണം. നിങ്ങൾ അവനിൽ വസിക്കുന്നു എന്ന് അവകാശപ്പെടുന്നുവെങ്കിൽ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാവുന്നു. നമ്മൾ ആരിലെങ്കിലും വസിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഞാൻ ശരത്തിൽ വസിക്കുകയാണെന്ന് വിചാരിച്ചു, ഉദാഹരണമാണ്. ഞാൻ ശരത്തിൽ വസിക്കുകയാണെങ്കിൽ ശരത്ത് പോകുന്നത് പോലെ തന്നെ ഞാൻ പോകണം, അല്ലേ? വേണ്ടേ? ശരത്ത് കോഴിക്കോട് പോയാൽ ശരത്തിൽ വസിക്കുന്ന ഞാൻ കോഴിക്കോടായിരിക്കും. ശരത്ത് മുക്കത്ത് പോയാൽ ശരത്തിൽ വസിക്കുന്നവനായിട്ടുള്ള ഞാൻ മുക്കത്തായിരിക്കും. ശരത്ത് ഇവിടെ വരുമ്പം ശരത്തിൽ വസിക്കുന്നവനായിട്ടുള്ള ഞാൻ ഇവിടെ ആയിരിക്കും. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ കർത്താവ് നടന്നതുപോലെ നടക്കുക, അല്ലെങ്കിൽ കർത്താവ് നടന്നതുപോലെ നടക്കുന്ന ഒരാളെ സംബന്ധിച്ച് മാത്രമേ അവനിൽ വസിക്കുന്നു എന്ന് പറയുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ കർത്താവിൽ നാം വസിക്കുന്നവരാണ് എങ്കിൽ കർത്താവ് നടന്ന വഴികളിലൂടെ, കർത്താവ് നടന്ന രീതികളിൽ നാം മുമ്പോട്ട് ജീവിക്കും, നടക്കും. വീണ്ടും കർത്താവിൽ വസിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ 14-ാമത്തെ അധ്യായത്തിൽ യോഹന്നാന് മറ്റൊരു കാര്യം കൂടി പറയുവാനായിട്ടുണ്ട്. പിതാക്കന്മാരെ ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കയാൽ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു, ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കയാലും. അപ്പോൾ ദൈവവചനം നമ്മളിൽ വസിക്കുന്നത് എന്താണ്? കർത്താവിനെ സംബന്ധിച്ച് പറയുന്നതായൊരു വാക്കാണ്, അവൻ വചനം ആകുന്നു, അല്ലെ? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ ദൈവം വചനം നമ്മിൽ വസിക്കുന്നു എന്നുള്ളത്, ദൈവം നമ്മിൽ വസിക്കുന്നു, കർത്താവ് നമ്മിൽ വസിക്കുന്നു എന്നതിന് പകരം പറയാവുന്നതായിട്ടുള്ളൊരു കാര്യമാണ്. വചനത്തിന് ജീവനുണ്ട്, അല്ലേ? ജീവനും ചൈതന്യവും ഉള്ളതാണ് വചനം. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപക്ഷെ ഈ പുതിയ നിയമപുസ്തകവും പഴയ നിയമപുസ്തകവും നമുക്കൊക്കെ അറിയാവുന്ന ഭാഷയിൽ ഫ്രീ ആയിട്ട് പ്രിന്റ് ചെയ്ത് നമ്മുടെയൊക്കെ വീടുകളിൽ 2, 3, 4 കോപ്പികൾ ഇരിക്കുകയും നമ്മുടെയൊക്കെ മൊബൈലുകളിലും ടാബുകളിലൊക്കെ ഈ ദൈവവചനം ഇന്ന് ലഭ്യമാവുകയും ചെയ്തപ്പോൾ ദൈവവചനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് ആർക്കും അത്ര, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒരു വലിയ ബോധം നമുക്കില്ല. കാരണം ഈ അമിത പരിചയം എന്ന് പറയുന്നത് നമുക്ക് ദോഷമായിട്ട് തീർന്നു എന്നുള്ളതാണ്. എന്നാൽ 1-ാം നൂറ്റാണ്ടിൽ ഇപ്പം എബ്രായർക്ക് ലേഖനം എഴുതിയത് എനിക്ക് തോന്നുന്നത് AD 65-ലാണ്. AD 65-ൽ ഈ ലേഖനം എഴുതുമ്പോൾ, അല്ലെങ്കിൽ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 64-ലും 65-ലുമാണ് എഴുതുന്നത്. AD 30-ൽ ഒരുപക്ഷെ സഭയുണ്ടായെങ്കിൽ ഈ 35 വർഷം അവർക്ക് വായിക്കുവാനായിട്ടൊരു ലേഖനങ്ങളും ഉണ്ടായിരുന്നില്ല. പൗലോസ് അപ്പോസ്തലനും അതുപോലെയുള്ള തന്റെ കൂട്ടാളികളും അവരോട് ദൈവ ആത്മാവ് വെളിപ്പെടുത്തി കൊടുക്കുന്നതായിട്ടുള്ള വചനങ്ങൾ അവരോട് അറിയിക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതാണ് അവര് കേട്ടിരുന്നത്. അതല്ലാതെ അവർക്കിങ്ങനെ വായിക്കാനായിട്ട് ഒരുപക്ഷെ ലേഖനം കിട്ടിക്കഴിഞ്ഞപ്പോൾ ആ ഒരു ലേഖനം അവർക്കുണ്ടായിരുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് അധികമായിട്ടൊന്നുമില്ല. അപ്പോൾ അവരൊക്കെ ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി, അത് കേൾക്കുന്നതിന് വേണ്ടി അവര് കാതോർത്തിരിക്കുന്നത് ദൈവത്തിന്റെ ആലോചനകളെ സ്വീകരിക്കാനായിട്ട്. കാരണം എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലായില്ലെങ്കിൽ, അത് കേട്ടില്ലെങ്കിൽ, അത് മറന്നുപോയാൽ പിന്നെ ഒരു ദൈവത്തിന്റെ വചനം എങ്ങനെ ലഭിക്കും എന്നുള്ളത് അവർക്കറിയില്ല. അതുകൊണ്ട് അവർ ഏറ്റവും ശ്രദ്ധയോടെ, ഭയത്തോടെ, ആകാംക്ഷയോടെ, വാഞ്ചയോടെ
ആണ് ദൈവവചനത്തിന് മുമ്പാകെ ഇരുന്നത്. അതുകൊണ്ടാണ് പത്രോസ് ലേഖനം എഴുതുമ്പോഴും ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിൻ എന്നെഴുതിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് എന്താണ് ആവശ്യം? ആ കുഞ്ഞ് എന്തിനു വേണ്ടിയേ കരയൂ? എന്തിനു വേണ്ടി വെപ്രാളം പിടിക്കൂ? എന്തിനു വേണ്ടിയാ? ഒരു കാറ് വേണമെന്ന് പറയുമോ? എനിക്കൊരു നല്ല വീട് വേണമെന്ന് പറയുമോ? എനിക്കൊരു നല്ല ഡ്രസ്സ് വേണമെന്ന് പറയുമോ? എനിക്ക് കുറച്ച് കൂട്ടുകാരെ വേണമെന്ന് പറയുമോ? എനിക്കൊന്ന് പുറത്തു പോകണമെന്ന് പറയുമോ? ഒന്നും പറയില്ല. അതിനുള്ള ഒരേ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ പാല് വേണമെന്നാണ്. അങ്ങനെ ഒരമ്മയിൽ നിന്ന് യാതൊരു മായവുമില്ലാത്ത ഒരു പാൽ കുടിക്കാൻ വാഞ്ചിക്കുന്ന ഒരു ശിശുവിനെ പോലെ, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ, ഒരു പക്ഷേ 1 മാസമോ 6 മാസമോ കഴിയുമ്പം ശിശുവിന് വേറെ ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുവാനായിട്ട് നമ്മൾ ആരംഭിക്കുമെന്നാൽ ഇപ്പോൾ ജനിച്ച ശിശുക്കൾക്ക് മറ്റൊന്നും കൊടുക്കുകയില്ല. അപ്പോൾ ഒരു ശിശുവിന്റെ വാഞ്ചയോടുകൂടി ദൈവവചനത്തോട് സമീപിക്കുന്ന ആളുകൾക്ക് മാത്രമേ ദൈവവചനം അങ്ങനെയുള്ള ആളുകൾ മാത്രമേ ദൈവവചനം അതിൻ്റെ പ്രാധാന്യത്തോടു കൂടി എടുക്കുന്നു എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മുടെ ദൈവവചനത്തോടുള്ള മനോഭാവം എന്താണ്? ആ വചനം നമ്മിൽ വസിക്കുന്നുണ്ടോ? ആ വചനം എന്നിൽ വസിക്കണം, എന്നിൽ വ്യാപരിക്കണം എന്നുള്ള ചിന്ത നമ്മളിലുണ്ടോ? ശരി, വീണ്ടും യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത് 2-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തില്, നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ പുത്രനിലും പിതാവിലും വസിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം മുതൽ കേട്ടത്, നിങ്ങൾക്ക് എഴുതി തന്നതെന്നല്ല പറയുന്നത്, അല്ലേ? അന്ന് എഴുത്തും വായനയും, ഇനിയിപ്പോൾ എഴുതി കൊടുത്താൽ പോലും അത് വായിക്കാൻ അറിയാവുന്നതായിട്ടുള്ള അപൂർവം ആളുകൾ മാത്രമേ അന്നുണ്ടായിരുന്നുള്ളൂ. ഇന്നത്തെ പോലെ എല്ലാവരും എഴുത്തും വായനയും അല്ലെങ്കിൽ സാക്ഷരതയുള്ള ആളുകളായിരുന്നില്ല. അപ്പോൾ ആ അപ്പോസ്തലൻ പറയുകയാണ്, ആദ്യം മുതൽ നിങ്ങൾ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ എത്ര കാലമായി ദൈവവചനം കേൾക്കാൻ തുടങ്ങിയിട്ട്? എന്തായാലും നമ്മുടെ ഈ സഭയിൽ ദൈവവചനം നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് 3.5 വർഷം കഴിഞ്ഞു. അപ്പോൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ വസിക്കട്ടെ. അപ്പൊ നാം കേട്ടതെല്ലാം നമ്മളിൽ വസിക്കുന്നുണ്ടോ? ഉണ്ടോ? ഒരുപക്ഷെ എല്ലാവരും അത്രയും പരിചയവും പ്രായവുമുള്ളവരായിരിക്കുകയില്ല, അടുത്ത കാലത്ത് വന്നവരുമുണ്ട്. അപ്പോൾ ആദ്യം മുതൽ കേട്ടതായിട്ടുള്ള വചനത്തെ നമുക്ക് മറന്നു കളയുവാനായിട്ടല്ല, നമുക്കെപ്പോഴും പുതിയ കാര്യങ്ങൾ കേൾക്കാനായിട്ടുള്ള താല്പര്യങ്ങളിൽ ഉള്ള ആളുകളാണ്. പറയുന്നത് വീണ്ടും വീണ്ടും കേൾക്കാനായിട്ടല്ല, പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണം, പുതിയ വ്യാഖ്യാനങ്ങളും പുതിയ വിവരണങ്ങളും ഒക്കെ കേൾക്കാൻ നമുക്ക് വളരെ താല്പര്യമാണെന്നാൽ ആദ്യം മുതൽ കേട്ടത് നമ്മിൽ വസിക്കുന്നു എങ്കിൽ മാത്രമേ പിതാവിലും പുത്രനിലും നമുക്ക് വസിക്കുവാനായിട്ട് കഴിയുള്ളൂ. അല്ല, നമ്മൾ കേട്ടതൊക്കെ മറന്നേച്ച് വീണ്ടും പുതിയതിനു വേണ്ടി, അതൊരു മാനുഷികമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ്. ഏതെങ്കിലും പുതിയൊരു പ്രാസംഗികൻ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരി, ഒന്ന് പോകാം, പ്രസംഗം കേൾക്കാമെന്ന് വിചാരിക്കൂല്ലേ? ശരിയല്ലേ? അതല്ലെങ്കിൽ ക്യാമ്പുകളൊക്കെ നടത്തുകയാണെങ്കിൽ പലരും ചോദിക്കാറുണ്ട്, പുറത്തുനിന്ന് ആരെയെങ്കിലും നമുക്ക് ഗസ്റ്റ് വരുന്നുണ്ടോ? അപ്പൊ പുതിയ ആളുകളിൽ നിന്ന് കേൾക്കാനും പുതിയ കാര്യങ്ങൾ കേൾക്കാനും ആളുകൾക്ക് എപ്പോഴും താല്പര്യമാണ്. പക്ഷെ ആദ്യം മുതൽ കേട്ടത് നമ്മിൽ വസിക്കുന്നില്ല എങ്കിൽ ആര് എവിടെ എന്ത് പറയുന്നതും നമുക്ക് യാതൊരു പ്രയോജനവും ചെയ്യുകയില്ല എന്നുള്ളത്. അപ്പോൾ ആദ്യം മുതൽ കേട്ടത് നമ്മൾ വസിക്കുന്നുണ്ടോ എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോഴും എബ്രായർക്ക് ലേഖനം എഴുതുമ്പോഴും തന്നെ 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ നാം കരുതിക്കൊള്ളേണ്ടത് ആവശ്യമാകുന്നു. പ്രിയമുള്ളവരെ, കേട്ടതൊക്കെ കരുതിയിട്ടാണ് നാം ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ദൈവവുമായിട്ട് ഉള്ള കൂട്ടായ്മ നമുക്കുണ്ട്. 27-ാമത്തെ വാക്യം, യോഹന്നാൻ എഴുതിയ ലേഖനം 2-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. അപ്പൊ നമ്മൾ വസിക്കുന്നത് ആരാണ്? അഭിഷേകം എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല, അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പിൻ. വീണ്ടും പറയുകയാണ്,
പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വസിക്കുവാനായിട്ട് വന്നിരിക്കുന്നതായിട്ടുള്ള പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതായിട്ടുള്ള വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അവനിൽ വസിപ്പിൻ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ വസിക്കുന്നതിനെ കുറിച്ചാണ് അപ്പോസ്തലന് പറയുവാനായിട്ടുള്ളൂ. കാരണം അതാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. നമ്മൾ അവനോട് ചേർന്നു, പിന്നെ അവനോട് ചേർന്നിട്ടുള്ള ആ വാസം നമ്മൾ തുടർമാനമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. 22-ാമത്തെ വാക്യത്തിൽ, ഇനിയും കുഞ്ഞുങ്ങളെ, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പിൻ. അപ്പോൾ അവനിൽ വസിച്ചില്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് ആ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലേ. എന്താണ്? അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവന്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവന്റെ പ്രത്യക്ഷതയിൽ ധൈര്യം ഉണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പിൻ. അവനിൽ വസിക്കുന്നില്ല എങ്കിൽ അവന്റെ പ്രത്യക്ഷതയിൽ നാം ലജ്ജിച്ചു പോകുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. നാം ക്രിസ്തുവിനോട് ചേർന്നു എന്ന് വന്നാലും ആ ചേർന്നത് എന്നേക്കും അവനിൽ വസിക്കുവാനായിട്ടാണ്. അതല്ലാതെ കർത്താവിൽ നിന്ന് വേർപെട്ടിട്ട് നമുക്കൊരു ജീവിതം, കർത്താവിൽ വസിക്കാതെ നമുക്കൊരു ജീവിതം ഈ ലോകത്ത് ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ടതാണ്. കർത്താവിൽ വസിക്കാതെ തന്നെ കർത്താവിൽ വസിക്കുന്നതായിട്ടുള്ള ആളുകൾ ചെയ്യുന്നതായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് കഴിയും. അത് നാം ഒരു മതത്തിന്റെ ഭാഗമായിട്ട് തീരുമ്പോൾ അവിടെ സംഭവിക്കുന്നതാണെന്നാൽ നാം ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ കർത്താവിൽ വസിക്കുക എന്ന് പറയുന്നതായിട്ടുള്ള കാര്യമാണ് നടക്കുക. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ, അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കുന്നു. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവൻ അവനിലും അവൻ ഇവനിലും വസിക്കും. അപ്പോൾ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചതായ, അതായത് ആദ്യം മുതൽ നിങ്ങൾ കേട്ടതായ ആ വചനം, അത് നമ്മുടെ വിശ്വാസമായി പരിണമിച്ച് നമ്മുടെ അനുസരണത്തിലേക്ക് നമ്മെ അത് നടത്തിയിട്ടുണ്ട് എങ്കിൽ നാം അവനിലും അവൻ നമ്മിലും വസിക്കും. അതുതന്നെയാണ് യോഹന്നാന്റെ സുവിശേഷങ്ങളിലും, എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുന്ന എൻ്റെ ജീവിതത്തിലേക്ക് ഞങ്ങൾ പിതാവും പുത്രനും വന്ന് അവനിൽ വാസം ചെയ്യും. അവൻ നമ്മിൽ വസിക്കുന്നുവെന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ അറിയുന്നു. അപ്പോൾ അവനിലാണ് നാം വസിക്കുന്നത് എന്ന് എങ്ങനെയാണ് അറിയുന്നത്? അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ. ഈ ആത്മാവ് നമ്മിലുണ്ട് എന്നുള്ളതായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം, അത് നമ്മുടെ അനുഭവമാണോ അതോ അത് വെറും ഒരു തിയറിയാണോ? ഇന്ന് ലോകത്ത് പല സഭാവിഭാഗങ്ങളിലും ആത്മാവ് എന്നിലേക്ക് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഒരാൾ വീണ്ടും ജന്മം പ്രാപിച്ചു കഴിഞ്ഞാൽ അവനിലേക്ക് ആത്മാവ് വന്ന് വീണ്ടെടുപ്പ് നാളിലേക്ക് അവനെ മുദ്രയിട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു തിയറിയാണ്. അതിനപ്പുറം അതിനെക്കുറിച്ച് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിനെ കുറിച്ചോ നടത്തിപ്പിനെ കുറിച്ചോ ആലോചനയെക്കുറിച്ചോ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പിതാവിന്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്നതിനെ കുറിച്ചോ യാതൊരു വക, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതിനെ സംബന്ധിച്ചോ നിന്ദിക്കുന്നതിനെ സംബന്ധിച്ചോ അല്ല കെടുത്തുന്നതിനെ സംബന്ധിച്ചോ യാതൊരു ഉപദേശവുമില്ല. അവർക്കതൊരു തിയറിയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നു എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നാം അവനെ അനുസരിച്ച് ജീവിക്കുന്നതിൽ നമ്മെ ബലപ്പെടുത്തുന്നതായുള്ള ഒരു അനുഭവമാണോ? അവൻ നമ്മിൽ വസിക്കുന്നുവെന്ന് അവൻ നമുക്ക് തന്ന ആത്മാവിനാൽ നാം അറിയുന്നു. നമ്മളിൽ ദൈവാത്മാവ് വസിക്കുന്നു എന്ന് തിയറിയല്ലാതെ അതൊരു യാഥാർത്ഥ്യമായ ഒരു അനുഭവമായി നമ്മൾക്ക് ബോധ്യമാവുന്നുണ്ടോ? എങ്ങനെയാണത് ബോധ്യമാകുക? ആത്മാഭിലാഷം ജഡത്തിനും ജഡാഭിലാഷം ആത്മാവിനും വിരോധമാകുന്നു, അല്ലേ? അപ്പോ നമ്മുടെ ജീവിതത്തിലെ അഭിലാഷങ്ങളൊക്കെയും ജഡികമാണ് എങ്കിൽ നമ്മളിൽ ദൈവാത്മാവിന്റെ പ്രവർത്തനം ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഇല്ല. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ദൈവാത്മാവ് നടത്തുന്നവനേവനും ദൈവം മകൻ ആകുന്നു. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ നാം വളരെ പ്രാവശ്യം വായിക്കുകയും ചിന്തിക്കുകയും ചെയ്തതായിട്ടുള്ള വേദഭാഗങ്ങളാണ്. ദൈവാത്മാവ് നമ്മെ നടത്തുന്നുണ്ടോ? നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ
നമുക്ക് ആലോചന പറഞ്ഞു തരുന്നത് ദൈവാത്മാവാണോ? ഇതാണ് വഴി, ഇതിലേ പോകൂ, ഇത് തെറ്റാണ് എന്ന് പറഞ്ഞ് സത്യമായ വഴിക്ക് നമ്മളെ കാണിച്ചു തന്ന് ആലോചന പറഞ്ഞു തന്ന് നമ്മെ മുമ്പോട്ട് നയിക്കുന്നതായിട്ടുള്ള ഒരു ശബ്ദം, ഒരു നടത്തിപ്പ് നമുക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ദൈവാത്മാവ് നമ്മിൽ വസിക്കുന്നുണ്ട്. അല്ല, ഞാൻ എൻ്റെ ഇഷ്ടം പോലെ തന്നെ, എനിക്ക് എൻ്റെ താല്പര്യങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും വെച്ച് അതിനനുസരിച്ച് ജീവിച്ച് മുമ്പോട്ട് പോകുന്നതായിട്ടുള്ള ഒരാളാണെങ്കിൽ അവിടെ ദൈവാത്മാവല്ല നടത്തുന്നത്, നമ്മെ നടത്തുന്നത്, നാം നടക്കുന്നത് നമ്മുടെ തന്നെ വഴിയിലാണ്, കർത്താവിൻ്റെ വഴിയിലല്ല. ശരി, വീണ്ടും 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 16-ാമത്തെ വാക്യത്തില് ഇങ്ങനെ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ നാം അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നു. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, അവനിലും വസിക്കുന്നു. അപ്പോൾ സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. സ്നേഹത്തെക്കുറിച്ച് ഈ വാക്യം തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പ്രബോധനമായിട്ട് ഞാൻ തന്നെ പറഞ്ഞതാണ്. ദൈവം സ്നേഹമാണ്. ആ സ്നേഹം ഒരു വ്യക്തിയിൽ നാം കാണുമ്പോഴാണ് യഥാർത്ഥത്തിൽ നാം ദൈവത്തെ മനുഷ്യരിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഒരു ആത്മീയമായിട്ടുള്ള അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള ഒരു സ്നേഹം നമ്മളിൽ ഉണ്ടെങ്കിൽ നാം ദൈവത്തിൽ വസിക്കുന്നു എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനുമായിട്ടുള്ള കൂട്ടായ്മയിലുള്ള ഒരു ജീവിതമാണ്. കർത്താവിൽ വസിച്ചുകൊണ്ട് നാം ജീവിക്കുന്ന ഒരു ജീവിതമാണ്. കർത്താവിൽ നമുക്ക് വസിക്കണമെങ്കിൽ എന്താണ് നമുക്കുണ്ടാകേണ്ട യോഗ്യത? നമ്മൾ ശുദ്ധിയുള്ളവരായിരിക്കും, അല്ലേ? യഥാർത്ഥത്തിൽ വീണ്ടും ജനനം പ്രാപിച്ച ആളുകളെ ദൈവം വചനത്തിലും ഒക്കെ നമ്മൾ കാണുന്നത് വിശുദ്ധന്മാരെന്നാണ് അഭിസംബോധന. ലേഖനങ്ങളൊക്കെ എഴുതുമ്പോൾ അവരെ അഭിസംബോധന ചെയ്യുന്നത് കൊരിന്തിലുള്ള വിശുദ്ധന്മാരായവർക്ക് എഴുതുന്നത്. ശരിക്കും എന്താണ് നമ്മുടെ വിശുദ്ധി എന്ന് പറയാമോ? നമ്മളെങ്ങനെയാ വിശുദ്ധരായിട്ട് ദൈവം കണക്കാക്കുന്നത്? നമ്മളിലൊക്കെ കുറേ അശുദ്ധികളൊക്കെ ഉണ്ടല്ലേ? എങ്ങനെയാ ദൈവം നമ്മെ വിശുദ്ധരെന്ന് വിളിക്കുന്നത്? നമ്മളെ വിശുദ്ധരായിട്ട് ദൈവത്തിന് എങ്ങനെയാ കാണാൻ കഴിയുക? നാം കർത്താവിൽ വസിക്കുമ്പോൾ, നാം കർത്താവിൽ ഇരിക്കുന്നുവെങ്കിൽ, നാം കർത്താവിനോട് ചേർന്നുവെങ്കിൽ, നാം കർത്താവിൽ വസിക്കുന്നുവെങ്കിൽ, പിതാവ് പുത്രനെ നോക്കുമ്പോൾ പുത്രനിൽ ചില ആളുകളുണ്ട്, അല്ലേ? പുത്രന്റെ വിശുദ്ധിയാണ് അവിടെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധരെന്ന് പറയുന്നത്. നമ്മൾ നീതിമാന്മാരായിട്ട് ദൈവം പ്രഖ്യാപിച്ചു, വിശ്വാസത്താൽ നീതീകരിച്ചു. നമ്മുടെ നീതീകരണം നമ്മുടെ പ്രവൃത്തികളാൽ നാം നേടിയെടുത്തൊരു നീതീകരണമല്ല, മറിച്ച് നാം ക്രിസ്തുവിൽ വസിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ നീതി നമ്മുടെ മേൽ കണക്കിടുകയാണ് ചെയ്യുന്നത്. അവൻ നമുക്ക് ശുദ്ധീകരണവും വീണ്ടെടുപ്പും നീതിയും ഒക്കെ ആയി തീർന്നു എന്ന് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 30-31 വാക്യങ്ങൾ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മെ ക്രിസ്തുവിൽ നിന്ന് എടുത്ത് മാറ്റി നിർത്തിയാൽ നമ്മളിൽ യാതൊരു വക ആത്മീയമായിട്ടുള്ള അവസ്ഥകളുമില്ല. നാം തള്ളപ്പെട്ടു പോയ ആളുകളാണ്. നാം ക്രിസ്തുവിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൽ എന്തെല്ലാം പ്രത്യേകതകളുണ്ടോ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അവൻ നിങ്ങളെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. എങ്ങനെയാ ക്രിസ്തുവിൽ? അപ്പൊ ക്രിസ്തുവിൽ വസിക്കുന്ന ആളുകൾക്കാണ് സ്വർഗത്തിലെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും ദൈവം കൊടുത്തിരിക്കുന്നത്. ക്രിസ്തുവിനോടുകൂടെ നാം സ്വർഗത്തിന് അവകാശികളാണ്. നാം ക്രിസ്തുവിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന് സ്വർഗത്തിൽ എന്തെല്ലാം അവകാശങ്ങളുണ്ടോ അതെല്ലാം നമുക്ക് സ്വന്തമാണ്.
ഈ ക്രിസ്തുവിൽ വസിക്കുക എന്ന് പറയുന്നതിന് പകരം ചില കൽപ്പനകൾ പാലിക്കുക എന്നുള്ള നിലയിലേക്ക് ഇന്ന് ക്രിസ്തീയ സമൂഹം മാറിപ്പോയി. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയാ ചെയ്യേണ്ടത്? കള്ളു കുടിക്കരുത്, ബീഡി വലിക്കരുത്, സിനിമ പണ്ടായിരുന്നു കാണാൻ പാടില്ലായിരുന്നത്, പിന്നെ സിനിമ കാണരുതായിരുന്നു ആദ്യം, പിന്നെ തിയേറ്ററിൽ പോയി കാണരുത് എന്നാക്കി, ഇപ്പൊ പിന്നെ കണ്ടാലും കുഴപ്പമില്ല എന്നാക്കി. അപ്പോൾ അത് നമുക്ക് വിടാം. പിന്നെ എന്താണ്? പിന്നെ മറ്റുള്ളവർക്ക് ദോഷം വരുന്ന നുണകളൊന്നും പറയരുത്, ദോഷം വരാത്ത നുണ പറഞ്ഞാൽ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ നമ്മളങ്ങ് ജീവിക്കുക. അപ്പോൾ നമ്മളുടെ അവസ്ഥ എന്താണെന്നറിയാവോ? പിന്നെ വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അങ്ങനെയുള്ള കുറച്ച് കൽപ്പനകളുടെ അനുസരണമാണ് പിന്നെ നമ്മൾ നോക്കുന്നത്. നമ്മൾ മനുഷ്യരെ നോക്കുമ്പോഴും നമ്മൾ എന്താ ശ്രദ്ധിക്കുന്നത്? ആ സഹോദരൻ അങ്ങനെ പറഞ്ഞോ, ഈ സഹോദരി ഇങ്ങനെ പറഞ്ഞോ, അവരത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, ഇങ്ങനെ മനുഷ്യന്റെ പ്രവൃത്തികളിലേക്കാണ് പിന്നെ നമ്മൾ നോക്കുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിക്കുന്ന നിങ്ങൾ കൃപയിൽ നിന്ന് വീണുപോയി, ക്രിസ്തുവിനോട് വേർപെട്ടുപോയി. നമ്മൾ പിന്നെ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ലക്ഷ്യം എന്താണെന്നറിയാവോ? നമ്മുടെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുക എന്നുള്ളതാണ്. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും നമ്മളിലൂടെ തന്നെ നാം മറ്റുള്ളവരോട് പറയുവാനും ആഗ്രഹിക്കുന്നത് എൻ്റെ പ്രവൃത്തികൾ. ഞാൻ മിടുക്കനാണ്. ഞാൻ എന്തുകൊണ്ടാണ് മിടുക്കൻ? ഞാൻ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, മറ്റത് ചെയ്യുന്നു, മറിച്ചത് ചെയ്യുന്നു, ഞാൻ ഇന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞാൻ നീതിമാൻ അല്ലേ? ഞാൻ സ്വർഗത്തിൽ പോകും, സുജോസഫാസിന് സ്വർഗത്തിൽ പോകും. അപ്പൊ പിന്നെ സ്വർഗത്തിൽ പോകാൻ എന്ത് ചെയ്യണം? എല്ലാവരും സുജോസഫാസിനെ പോലെ ആയപ്പോരെ? അങ്ങനെയല്ലേ വരുന്നത്? അല്ല പ്രിയമുള്ളവരെ, അങ്ങനെയല്ല. നമുക്ക് ചില കൽപ്പനകളുടെ അനുസരണത്തിലൂടെ നീതിമാനായിട്ടോ വിശുദ്ധനായിട്ടോ ജീവിക്കാനായിട്ട് നമുക്ക് കഴിയുകയില്ല. നമ്മളുടെ ഏത് പ്രവൃത്തികളും അത് ദൈവത്തിന്റെ മുമ്പാകെ ഒരു കറപുരണ്ട തുണി പോലെ ഇരിക്കുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മെ ദൈവം കാണുന്ന, പിതാവ് നമ്മെ കാണുന്നത് തന്റെ പുത്രനിലാണ്. രക്ഷിക്കപ്പെടുമ്പോൾ, വീണ്ടും ജന്മം പ്രാപിക്കുമ്പോൾ പുത്രനോട് ചേർന്ന് പുത്രനിൽ വസിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് അവന്റെ പ്രത്യക്ഷതയിൽ ധൈര്യമുണ്ടാകുവാനായിട്ട് സാധിക്കുക. അല്ലാതെ ചിലതൊക്കെ ചെയ്തു എന്നോ ചിലതൊക്കെ ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാം മുമ്പോട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല. മുമ്പന്മാർ പലരും പിമ്പന്മാരും, പിമ്പന്മാർ പലരും മുമ്പന്മാരുമാകുമെന്ന് കർത്താവ് പറഞ്ഞ വാക്കുകളെ ഓർക്കുക. ഈ മുമ്പന്മാരും ചിന്തിക്കുന്ന ആരാന്നറിയാവോ? സ്വന്തം പ്രവൃത്തികളിൽ ആശ്രയിച്ച്, സ്വന്തം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിച്ച് പല കാര്യങ്ങളും കർത്താവിന് വേണ്ടി ചെയ്തു എന്ന് ഈ ലോകത്തിൽ അഭിമാനിക്കുന്ന ആളുകളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഭൂതങ്ങളെ പുറത്താക്കിയവരെയും, ഈ പ്രവചനങ്ങൾ നടത്തിയവരെയും, ഈ അന്യഭാഷകളിൽ സംസാരിച്ചവരെയും, ഈ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചവരെയൊക്കെ ദൈവം പരിഗണിക്കാതിരിക്കുന്നത് എന്താണെന്നറിയാമോ? അവരവരുടെ പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുവാൻ ഇച്ഛിച്ചു, അവർ വീണുപോയി. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വസിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിതാവായ ദൈവം ഒരുവനെ കാണുന്നത് കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാത്രമാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ വസിക്കുന്ന എല്ലാവർക്കും സ്വർഗത്തിലെ എല്ലാ വാഗ്ദത്തങ്ങളുമുണ്ട്. കർത്താവിനെ വിട്ട് നമ്മുടെ സ്വന്തം പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുവാൻ നാം ഇച്ഛിച്ചു പോയാൽ അതോടുകൂടി പരാജയപ്പെട്ടു. എന്നാൽ കർത്താവിൽ വസിക്കുന്നവൻ അവൻ നടന്നതുപോലെ തന്നെ നടക്കും. അവൻ പോകാൻ ആഗ്രഹിക്കുന്നിടത്തൊക്കെ അവൻ പോകും. അവൻ അരുത് എന്ന് പറയുന്നിടത്തൊക്കെ അരുത് എന്ന് തന്നെ ചിന്തിക്കും. ഇത് ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു വലിയ മർമ്മമാണ്. നമ്മളൊക്കെ ക്രിസ്തീയ ജീവിതത്തെ കാണുകയും പഠിക്കുകയും നമ്മെ പഠിപ്പിക്കുകയും ചെയ്തിരിക്കുന്നതായിട്ടുള്ള കാഴ്ചപ്പാടുകളൊക്കെ ശുദ്ധ അസംബന്ധമാണ് എന്ന് നമുക്കറിയാം. നമുക്ക് എഫേസ്യർക്ക് എഴുതിയ ലേഖനമെടുത്ത് നമ്മൾ വായിക്കുമ്പോൾ അവിടെ ക്രിസ്തുയേശുവിൽ എന്ന് പറഞ്ഞുകൊണ്ട് എത്രയോ കാര്യങ്ങളാണ്. ചില ഉദാഹരണങ്ങൾ നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. 3-ാമത്തെ വാക്യം, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. എവിടെയാണ് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നത്? ക്രിസ്തുയേശുവിൽ. അപ്പോൾ സ്വർഗത്തിലെ എല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും സ്വന്തമായിട്ടുള്ളത് ആർക്കാണ്? ക്രിസ്തുയേശുവിൽ വസിക്കുന്നവർക്ക് മാത്രമാണ്. അഞ്ചാമത്തെ വാക്യം, അവനിൽ തിരഞ്ഞെടുക്കുകയും
നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ആരിലാണ്? കർത്താവായ യേശു ക്രിസ്തുവിലാണ്. 6-ാം വാക്യം, നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വം. പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ ആരിലാണ്? കർത്താവായ യേശു ക്രിസ്തുവിലാണ്. 7-ാമത്തെ വാക്യം, അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ വീണ്ടെടുപ്പ് എന്ന മോചനമുണ്ട്. അവനിൽ, ആർക്ക്? ആരിൽ? കർത്താവായ യേശു ക്രിസ്തുവിൽ. കർത്താവായ യേശു ക്രിസ്തുവിൽ വസിക്കുന്നവർക്ക് മാത്രമേ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താലുള്ള വിമോചനമുള്ളൂ. അത് നിങ്ങൾക്കറിയാമോ? നമ്മൾ നേരത്തെ വായിച്ച യോഹന്നാന്റെ 1-ാം ലേഖനത്തില് അത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിന്റെ 1-ാം അധ്യായത്തില് 7-ാമത്തെ വാക്യം, അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ ഈ വെളിച്ചത്തിൽ വസിക്കുന്ന ആളുകൾക്ക്, കർത്താവിൽ വസിക്കുന്ന ആളുകൾക്ക് ആണ് യഥാർത്ഥത്തിൽ ഈ തുറന്മാനമായിട്ടുള്ള കഴുകൽ ലഭിക്കുന്നത്. അല്ലാത്തവർക്ക് മാനസാന്തരപ്പെട്ട് യഥാസ്ഥാനപ്പെടാൻ സാധിക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എങ്കിലും കർത്താവായ യേശു ക്രിസ്തുവിൽ നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് അത് ലഭ്യമാണ്. 9-ാമത്തെ വാക്യം, അവനിൽ താൻ മുൻനിർണയിച്ച തൻ്റെ പ്രസാദത്തിന് തക്കവണ്ണം തൻ്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നിങ്ങളോട് അറിയിച്ചു. അവനിൽ. 11-ാമത്തെ വാക്യം, അവനിൽ നാം അവകാശവും പ്രാപിച്ചു. ആരിൽ? കർത്താവായ യേശു ക്രിസ്തുവിൽ. 12-ാം വാക്യം, മുമ്പുകൂട്ടി ക്രിസ്തുവിൽ ആശ വച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയാകേണ്ടത് തന്നെ. 13-ാം വാക്യം, അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനാൽ, വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ഇങ്ങനെ ക്രിസ്തുവിൽ, അവനിൽ എന്ന് ആണ്, കർത്താവായ യേശു ക്രിസ്തുവിലാണ് നമ്മുടെ എല്ലാ സൗഭാഗ്യങ്ങളും. അപ്പോൾ നാം ഒരിക്കലും കർത്താവായ യേശു ക്രിസ്തുവിൽ വസിച്ച് കർത്താവ് നടന്നതുപോലെ നടന്ന് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിന് പകരമായിട്ട് ചില കൽപ്പനകളൊക്കെ ആചരിക്കുകയോ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കുകയോ മറ്റു ചില കാര്യങ്ങൾ നാം ആചരിക്കുകയോ ചെയ്തതുകൊണ്ട് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതമാകുന്നില്ല. പ്രിയമുള്ളവരെ, ഈ വ്യത്യാസം നാം മനസ്സിലാക്കണം. നാം കർത്താവിൽ വസിക്കുന്നവരാണോ? അവൻ്റെ ആത്മാവ് നമ്മളോട് ഇടപെടാറുണ്ടോ? അവൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരാണോ നാം? അതെയോ നമ്മുടെ സ്വന്തം നീതിയിൽ, നമ്മുടെ സ്വന്തം പ്രവർത്തനങ്ങളിൽ നാം നിലകൊള്ളുകയും ആശ്രയിക്കുകയും ചെയ്യുന്നവരാണോ? കർത്താവിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. ദൈവവചനത്തോടുള്ള നമ്മളുടെ വാഞ്ച, ഒരിപ്പോൾ ജനിച്ച ശിശു പാല് കുടിക്കാൻ, അത് മാത്രം കുടിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു ആഗ്രഹമാണോ? വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കണം എന്ന് പലപ്പോഴും ഞാൻ പറയാറുണ്ട്. മായം ചേർത്ത പാലാണ് ഇന്ന് മാർക്കറ്റിൽ ലഭിക്കുന്നതായിട്ടുള്ള വചനം എന്ന് പറയുന്നത്. എന്നാൽ ദൈവാത്മാവ് നമ്മിൽ വസിക്കുന്നുവെങ്കിൽ നാം കേൾക്കുന്ന വചനം അത് മായമുള്ളതാണോ അല്ലയോ എന്നുള്ളത് ദൈവാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരും. യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ നമ്മളതാണ് വായിക്കുന്നത്. 2-ാം അധ്യായം 2
26 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അപ്പോൾ തെറ്റിക്കുന്നതായിട്ടുള്ള ചില ആളുകൾ ഉണ്ട്, ഇല്ലേ? 1-ാം നൂറ്റാണ്ടിലും ഉണ്ടായിരുന്നു. അതിൻ്റെ 10,000 ഇരട്ടിയാണ് ഇന്ന് തെറ്റിക്കുന്നവരുള്ളത്. തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു. ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരികയാലും അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പിൻ. അപ്പോൾ ഈ തെറ്റിക്കുന്ന ആളുകളെ ഓർത്ത് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുന്നത് എന്താണെന്നറിയാവോ? ഈ തെറ്റിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് നിങ്ങളിൽ അവൻ്റെ അഭിഷേകമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആരും ഉപദേശിക്കേണ്ട ആവശ്യമില്ല. ഈ വാക്യത്തെ എടുത്ത് തെറ്റായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത് ആളുകൾ. അവരെല്ലാം എന്താ പറയുന്നറിയാവോ? വചനമൊന്നും പഠിപ്പിക്കാൻ ആളുകളൊന്നും വേണ്ട, അത് ദൈവാത്മാവ് എന്നെ നേരിട്ട് പഠിപ്പിച്ചുകൊള്ളും, മറ്റാരുടെയും സഹായമില്ലാതെ ഉപദേഷ്ടാക്കന്മാരോ അങ്ങനെയുള്ള ആളുകളൊന്നും ഇല്ലാതെ തന്നെ ഈ വചനം എനിക്ക് സ്വന്തമായിട്ട് പഠിപ്പിക്കും, എന്നിലുള്ള ആത്മാവ് അത് എന്നെ പഠിപ്പിക്കുമെന്ന് പറയുന്നതായിട്ടുള്ള ആളുകളുണ്ട്, അങ്ങനെ ചിന്തിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ട്. എന്നാൽ അങ്ങനെയാണെങ്കിൽ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഇടയന്മാരും ഒന്നും ആവശ്യമില്ല, ഈ ദൈവാത്മാവ് മതിയല്ലോ. അങ്ങനെയല്ല അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ തെറ്റിക്കുന്ന ആളുകളെ മനസ്സിലാക്കാനായിട്ട് ദൈവാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവുമെന്നാണ്. പ്രിയമുള്ളവരെ, നാം കേൾക്കുന്നതായിട്ടുള്ള വ്യാജമായിട്ടുള്ള മാലിന്യം ചേർത്ത പാൽ, വചനമാകുന്ന പാൽ ധാരാളം ലോകത്തുണ്ട്. അതൊക്കെ കേട്ട് അതിന് ഹല്ലേലൂയ പറയാൻ നമുക്ക് ഒരിക്കലും സാധിക്കുകയില്ല. നമ്മളിൽ ആ അഭിഷേകം നിലനിൽക്കുന്നുവെങ്കിൽ തെറ്റിക്കുന്നത് ആരാണ്, തെറ്റിക്കാത്തത് ആരാണ്, ശുദ്ധമായ വചനം ഏതാണ് എന്ന് മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. കേൾക്കുമ്പോഴേ സാധിക്കും, പറഞ്ഞു വരുമ്പോഴേ സാധിക്കും. ചില സന്ദേശങ്ങളിലൊക്കെ ഹെഡിങ് വായിച്ചാൽ ആ ഹെഡിങ് വായിക്കുമ്പോൾ ഹെഡിങ്ങിൽ തന്നെ അതിനകത്ത് അത് വ്യാജമാണ് എന്ന് നമുക്ക് ബോധ്യമാവും. അതിനാണ് ദൈവാത്മാവ് നമ്മെ സഹായിക്കുന്നത്. നമ്മിൽ ദൈവാത്മാവ് ദൈവം തന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഇങ്ങനെ തെറ്റായിട്ടുള്ള ഉപദേശങ്ങളെ മനസ്സിലാക്കി അവനിൽ വസിക്കുന്നതിന് വേണ്ടി തന്നെ ആണ്. അത് ഭോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പിൻ. അതും അവനിൽ വസിക്കുന്നതിന് വേണ്ടി ദൈവം ചെയ്തിരിക്കുന്നതായിട്ടുള്ള ക്രമീകരണമാണ്. നമ്മളെ തെറ്റിക്കാനായിട്ട് ധാരാളം ആളുകളുണ്ട്, വിവിധങ്ങളായിട്ടുള്ള ഉപദേശങ്ങളുണ്ട്. എന്നാൽ അതിലൊന്നും വീണു പോകാതെ നാം പലപ്പോഴും ഈ എവിടെ എന്ത് പ്രസംഗമുണ്ടെന്ന് പറഞ്ഞാലും അവിടെയൊക്കെ പോകുന്ന ആളുകളുണ്ട്. എന്ത് കേട്ട് കഴിഞ്ഞാലും അത് ശരിയാണ് എന്ന് തോന്നുന്ന ആളുകളുണ്ട്, ഇല്ലേ? എന്ത് കേട്ട് കഴിഞ്ഞാലും, അതായത് ദൈവവചന പ്രസംഗങ്ങൾ ഈ ആര് എന്ത് പ്രസംഗിച്ചാലും അതിനകത്ത് അത് ദൈവവചനപ്രകാരമല്ല, അത് തെറ്റാണ് എന്ന് നമുക്കൊരു ബോധ്യം വരുന്നില്ല എങ്കിൽ ആ അഭിഷേകത്തിൻ്റെ ഒരപര്യാപ്തത നമ്മളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആദ്യം മുതൽ കേട്ടത് നമ്മളിൽ വസിച്ചിട്ടുണ്ടാവുകയില്ല. ദൈവവചനം നമ്മിൽ വസിക്കണം, നമ്മളത് വ്യാപരിക്കണം. അപ്പോഴാണ് നമുക്ക് പ്രായോഗിക ജീവിതത്തിൽ അവനിൽ വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. പ്രിയമുള്ളവരെ, അവനിൽ വസിക്കാം. ഈ വലിയ ക്രിസ്തീയ ജീവിത മർമ്മത്തെ നമുക്ക് ഏറ്റെടുക്കാം. അവനിൽ വസിക്കണമെങ്കിൽ നമ്മളിലുള്ള എല്ലാ അശുദ്ധിയും അവൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിച്ച് എപ്പോഴെങ്കിലും നമ്മളിൽ ഒരു അന്യായമായ മോഹമെങ്കിലും ഉണ്ടായാൽ അപ്പോൾ തന്നെ മാനസാന്തരപ്പെട്ട് യഥാസ്ഥാനപ്പെടുക. കാരണം അശുദ്ധിക്ക് ഒരിക്കലും കർത്താവിൽ വസിക്കുവാനായിട്ട് സാധിക്കുകയില്ല. എൻ്റെ അശുദ്ധിയെ വൈകുന്നേരം വരെ വെച്ചുകൊണ്ടിരിക്കാനായിട്ട് എനിക്ക് സാധിക്കുകയില്ല. അത് കർത്താവിൽ വസിക്കുന്നതിനും കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയ്ക്കും അതൊരു തടസ്സമാണ്. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയില്ലാതെ മനുഷ്യനുമായിട്ടും
കൂട്ടായ്മ ഉണ്ടാവുക എന്ന് പറയുന്നത് സാധ്യമാണ്. സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും സഹായിക്കട്ടെ. അവൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, അടിയങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ സർവജ്ഞാനിയും സർവശക്തനും സർവവ്യാപിയുമായിട്ടുള്ള ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ വസിക്കുവാൻ പാപികളും ദോഷികളുമായിരുന്ന ഞങ്ങളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് കർത്താവായ യേശുക്രിസ്തുവിലൂടെ തന്നിരിക്കുന്നതായിട്ടുള്ള വലിയ സാധ്യതയ്ക്കായിട്ട് സ്തോത്രം. ഞങ്ങളിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്ന, ഞങ്ങളുമായിട്ട് കൂട്ടായ്മയിൽ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് എത്രയോ അത്ഭുതമായിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി ഞങ്ങളെ ശുദ്ധീകരിച്ച് ത്രിയേക ദൈവവുമായുള്ള കൂട്ടായ്മയിൽ ഞങ്ങളെ ജീവിക്കുവാനായിട്ട് പ്രാപ്തരാക്കുന്നത് ഓർത്ത് സ്തോത്രം. ഇന്ന് ലോകത്തിൽ പ്രചാരത്തിലുള്ളതായിട്ടുള്ള കപടമായ വ്യാജമായിട്ടുള്ള ക്രിസ്തീയ വിശ്വാസത്തെയും മാർഗത്തെയും ഒക്കെയും മനസ്സിലാക്കി, അങ്ങയുടെ അഭിഷേകത്താൽ മനസ്സിലാക്കി, സത്യവചനത്തിൻ്റെയും സത്യവിശ്വാസത്തിൻ്റെയും കർത്താവിൽ വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്തുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുവാൻ പിതാവേ, അങ്ങയുടെ പുത്രനാൽ ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണം എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആ അത്യന്ത ശക്തിയിൽ ആശ്രയിച്ച്, അളവ് കൂടാത്ത ആ ശക്തിയിൽ ആശ്രയിച്ച് ഞങ്ങളും കർത്താവിൻ്റെ ഹിതം ചെയ്യേണ്ടതിനായിട്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങയുടെ മുമ്പാകെ ഒരു യാഗമായി, ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള ഒരു യാഗമായി സമർപ്പിക്കുവാൻ പിതാവെ അങ്ങ് അടിയങ്ങൾക്ക് കൃപ നൽകുമാറാകണം എന്നടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തെറ്റിക്കുന്നതായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഈ ലോകത്തുണ്ട് കർത്താവെ. സത്യവചനത്തെ സത്യാത്മാവിനാൽ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അങ്ങ് ബോധ്യമാക്കി തരണമെന്നടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തെറ്റിക്കുന്നവരെ കണ്ടെത്തുവാനായിട്ട്, അതിനെ തള്ളിക്കളയുവാനായിട്ട്, സത്യവചനത്തെ വിശ്വസിക്കുവാനായിട്ട് പിതാവേ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അഭിഷേകത്തിന്റെ ധന്യത, കൃപ, ആധിക്യം, നിറവ് ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. അങ്ങിൽ വസിച്ച് അങ്ങയുടെ ഇഷ്ടം ചെയ്തുകൊണ്ട്, അങ്ങ് നടന്നതുപോലെ നടന്നുകൊണ്ട് കർത്താവിൻ്റെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതങ്ങളിലൂടെ നിവൃത്തിയാകുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ നീതിപ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലല്ല കർത്താവേ, ഞങ്ങളുടെ പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലല്ല, വിശ്വസിക്കുന്നവർക്ക് കർത്താവായ യേശുക്രിസ്തുവിൽ നൽകിയിരിക്കുന്നതായിട്ടുള്ള നീതിയും വിശുദ്ധിയും ഞങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകുവാൻ, അങ്ങിൽ വസിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേൾക്കുന്നതായിട്ടുള്ള വചനം അത് ഞങ്ങളെ ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ, വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ പിതാവെ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിലായാൽ കൃപയുണ്ടായി കേൾക്കുമാറാകണം. സ്വർഗീയ പിതാവേ.